ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാലഡും കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണ്. കുറച്ച് കുക്കുംബർ വേണം, ക്യാരറ്റ് വേണം, നെല്ലിക്ക വേണം, എലന്തപ്പഴം വേണം, അതുപോലെ ആപ്പിൾ. എലന്തപ്പഴം സീസണിലായതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആഡ് ചെയ്യാം. സവാള യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് സവാള ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രീക്ക് യോഗേർട്ടാണ്. കുറച്ച് ഗ്രീക്ക് യോഗേർട്ട്, ഒരു 3 or more സ്പൂണ് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് യൂസ് ചെയ്യാം. ഗ്രീക്ക് യോഗേർട്ട് ഇല്ലാത്ത ആളുകൾക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന തൈരിൽ അത്യാവശ്യം നല്ല പുളിയില്ലാത്ത കുറച്ച് പുളിയുള്ള തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്, അത് യൂസ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കുക. എൻ്റെ യോഗേർട്ട് കുറച്ച് ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് പംകിൻ സീഡും ചിയാ സീഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര പവർഫുള്ളാണ്. അതേപോലെ തന്നെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. ടാറ്റാ.